ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർക്കി ഹോംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വളരെ ശ്രദ്ധാപൂർവമാണ് വീടിന്റെ ഫൗണ്ടേഷന്റെ കാര്യങ്ങൾ ചെയ്യാറ്. ഫൗണ്ടേഷന്റെ കാര്യത്തിൽ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധ കൊടുത്താലും തറയൊക്കെ പണിത് വരുമ്പോൾ ബെൽറ്റിന്റെ കാര്യം എത്തുമ്പോൾ നമ്മൾ വലിയ അബദ്ധങ്ങൾ കാണിക്കുന്നു. ഇതുകൊണ്ട് നമുക്ക് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാകും. അപ്പോൾ എവിടെയാണ് ബെൽറ്റ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ബെൽറ്റ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായ ഒരു വീഡിയോയാണിത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വിവേക്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. തറ പണിയുമ്പോൾ ബെൽറ്റ് എവിടെ കൊടുക്കണം എന്നതിനെയൊക്കെ സംബന്ധിച്ച് യൂട്യൂബിൽ ഒട്ടനവധി വീഡിയോകൾ അവൈലബിൾ ആണ്. ഞാൻ തന്നെ എൻ്റെ പല വീഡിയോകളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത് വെച്ച് എല്ലാ സൈറ്റിലും ഈ ബെൽറ്റ് തെറ്റായ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർ അത് ഗവനിക്കാറില്ല, അല്ലെങ്കിൽ അവരത് ശ്രദ്ധിക്കാറില്ല. അവർ കോൺട്രാക്ടറൊക്കെ പറഞ്ഞതനുസരിച്ച് തെറ്റായ രീതിയിലാണ് പ്ലേസ് ചെയ്യാറുള്ളത്. ബെൽറ്റിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ വീടിന്റെ ഒക്കെ ലോഡ് താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ബെൽറ്റ് ഒക്കെ സഹായിക്കുമെന്നാണ്. പക്ഷെ ഈ ലോഡ് താങ്ങാനുള്ള ഒരു ശേഷിയും ബെൽറ്റിനില്ല. നമ്മുടെയൊക്കെ ലിന്റലൊക്കെ എന്ത് ഡ്യൂട്ടിയാണോ ചെയ്യുന്നത് അതുപോലത്തെ ഒരു ഡ്യൂട്ടി തന്നെയാണ് ബെൽറ്റും ചെയ്യുന്നത്. അതായത് നമ്മുടെ വീടിന്റെ ചുമരിൽ നിന്ന് വരുന്ന, വാളിൽ നിന്ന് വരുന്ന ലോഡുകൾ തറയുടെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലോഡ് ഒരു സൈഡിൽ തന്നെ ക്യാരി ചെയ്യാതെ എല്ലായിടത്തേക്കും ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ തറയുടെ ലോങ് വാളും ഷോർട്ട് വാളൊക്കെ ഉണ്ടാവില്ല, ഇടക്കെട്ടുകൾ പുറംകെട്ടുകളൊക്കെ ഉണ്ടാവില്ല, അവയൊക്കെ തമ്മിൽ ഒരു കാച്ചിങ് ഉണ്ടാക്കി കൊടുക്കുക, ഒരു കൂട്ടിപ്പിടുത്തം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെയാണ് നമ്മുടെ ബെൽറ്റ് ചെയ്യുന്ന ഡ്യൂട്ടി. കൂടുതൽ സൈറ്റുകളിലും ബെൽറ്റ് തറ പണിത് വരുമ്പോൾ തന്നെ പാതകത്തിലാണ് ബെൽറ്റ് കൊടുക്കുക. കാരണം ഭൂമിക്ക് അടിയിലായിട്ടുള്ള ലെവലിൽ തന്നെയാണ് ബെൽറ്റ് കൊടുക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. ബെൽറ്റ് കൊടുക്കേണ്ടത് തറയുടെ മുകളിലാണ്. അപ്പോൾ തറയുടെ മുകളിൽ കൊടുക്കാൻ പറയുമ്പോൾ എല്ലാ പണിക്കാരും പറയും തറയുടെ ഹൈറ്റ് കൂടും, 2 സ്റ്റെപ്പല്ലേ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ തറയുടെ ഹൈറ്റ് കൂടിക്കാൻ സ്റ്റെപ്പിന്റെ എണ്ണം കൂടും, അത് വാസ്തുപരമായിട്ടും കൺസ്ട്രക്ഷൻ പരമായിട്ടും ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ബെൽറ്റിന്റെ ഹൈറ്റ് കൂടി കൂട്ടി ഒരു കല്ല് താഴ്ത്തി വെച്ചിട്ട് എങ്ങാനും ബെൽറ്റ് പണിയാൻ ശ്രമിക്കുക. ബെൽറ്റ് തറയുടെ മുകളിലാണ് എന്തായാലും പ്ലേസ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഈ ബെൽറ്റ് തറയുടെ മുകളിൽ തന്നെ കൊടുക്കണം എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം, മഴക്കാലത്ത് ഇല്ലെങ്കിൽ മണ്ണ് ഈർപ്പമൊക്കെ വലിച്ചിരിക്കുന്ന സമയത്ത് ഈ ഈർപ്പം നമ്മുടെ തറ വഴി ഇത് നമ്മുടെ വാളിലോട്ട് കയറി വരും. അതിന് കാപ്പിലറി ആക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇത് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ടൈൽസ് ഒക്കെ ഒട്ടിച്ചതിന്റെ മുകളിൽ, സ്കേറ്റിംഗ് ഒക്കെ ഒട്ടിച്ചതിന്റെ മുകളിലായിട്ട് നനവ് വരിക, ചുമരിൽ നനവ് വരിക, ക്രാക്ക് വരികില്ല, പെയിന്റ് അടർന്നു വീഴുക. ഇതൊക്കെ ഈ കാപ്പിലറി ആക്ഷൻ മുഖേന ഈർപ്പം മുകളിലോട്ട് വന്നിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇതിനെ തടഞ്ഞു നിർത്താൻ ഈ ബെൽറ്റ് സഹായിക്കും, ഈ കോൺക്രീറ്റ് സ്ട്രക്ചർ സഹായിക്കും. കാരണം ഇതിങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ RCC അല്ലെങ്കിൽ ഈ ബെൽറ്റിന്റെ കോൺക്രീറ്റ് ഇതായി കഴിഞ്ഞാൽ കോൺക്രീറ്റിന് ജലം വലിച്ചെടുക്കുന്ന കഴിവ് കുറവാണ്. അതിനാൽ തന്നെ ആ ഒരു ആക്ഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും നിങ്ങളുടെ ചുമരുകളൊക്കെ സംരക്ഷിക്കാനും ഈ ബെൽറ്റുകൾക്ക് സാധിക്കും. മണ്ണിലൊക്കെ ഉണ്ടാവുന്ന ചില ജീവികളുണ്ടല്ലോ, ചിതല്, ഉറുമ്പ്, അങ്ങനത്തെ ജീവികളൊക്കെ തറയിൽ നിന്ന് മുകളിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബെൽറ്റ് വളരെയധികം സഹായകരമാണ്. അതുകൊണ്ട് ബെൽറ്റ് പണിയുമ്പോൾ തറയുടെ മുകളിൽ തന്നെ എന്തായാലും പണിയാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ബെൽറ്റിന് വേണ്ടി കമ്പിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ലെങ്തി ആയിട്ടുള്ള പീസുകൾ, മാക്സിമം കട്ടിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് ലെങ്തി ആയിട്ടുള്ള സ്റ്റീൽ ബാറുകളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് നമ്മളുടെ കാച്ചിങ് ഒക്കെ ഒന്നും കൂടി ശക്തമായിട്ട് വരുന്നതാണ്. മാക്സിമം ലാപ്പിംഗ് ഒക്കെ ഒഴിവാക്കിയെടുക്കുക. പിന്നെ കവറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 40 to 30 mm വരെയുള്ള കവറിങ് ഡിസ്റ്റൻസ് നൽകാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അടിയിൽ നിന്നൊക്കെ നനവൊക്കെ വന്ന് ഈ കമ്പിയിലൊക്കെ തട്ടി കമ്പിയൊക്കെ തുരുമ്പിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കവറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ സൈറ്റിലും കണ്ടുവരുന്നത് ബെൽറ്റിന്റെ സ്റ്റീൽ കാസ്റ്റിംഗ് വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് പൊക്കിയിട്ടോ ഇളക്കിയിട്ടോ ഒക്കെ കവറിങ് ഉണ്ടാക്കി എടുക്കുന്ന രീതിയാണ്. അങ്ങനെ ഒന്നും ചെയ്യരുത്. കവറിങ് ആദ്യം തന്നെ പ്രീ കാസ്റ്റിംഗ് ആയിട്ട് തന്നെ വെക്കണം. പിന്നെ ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വൈബ്രേറ്റർ ഉപയോഗിക്കണം. ബെൽറ്റ് എന്നല്ല, എല്ലാ RCC സ്ട്രക്ചറും കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വൈബ്രേറ്റർ ഉപയോഗിക്കണം. ഈ ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ചെറിയ വൈബ്രേറ്റർ ഒക്കെ ഉണ്ട്, നമ്മൾ ഗണ്ണ് രീതിയിലൊക്കെ വരുന്നത്, അതൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ. പിന്നെ ക്യൂറിംഗ് പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം വന്ന് അതിന്റെ സൈഡിലുള്ള ഷട്ടറിംഗ് ഒക്കെ അടർത്തി, പലകൊക്കെ അടർത്തി പിന്നെ കല്ല് വെച്ച് പടുത്തു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അത് അങ്ങനെ ചെയ്യരുത്. അത് ക്രാക്ക് വരാനും അതിന്റെ എഡ്ജസ് ഒക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ക്യൂറിംഗ് പീരീഡ് ഒരു 7 ദിവസമെങ്കിലും നനച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ സ്ട്രെങ്ത് ഒക്കെ അതിന് ബെൽറ്റിന് കിട്ടിയതിന് ശേഷം, ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത് ഒക്കെ മാക്സിമം അത് വന്നതിന് ശേഷം മാത്രം അതിന് മുകളിലേക്ക് കല്ലൊക്കെ വെച്ച് പടുത്തു പോവുക. തറ എത്രയാണ് വിടുത്ത് വരുന്നത് അത്രയും വിടുത്തിൽ തന്നെ ബെൽറ്റ് പണിയണം. ഇപ്പൊ എല്ലായിടത്തും കണ്ടുവരുന്നത് നമ്മുടെ മുകളിലോട്ട് വാള് വെക്കാനുള്ള ഒരു വീതിയിൽ മാത്രം ബെൽറ്റ് ചെയ്തു പോകുന്നതാണ്. അങ്ങനെ ചെയ്യരുത്. തറ എത്ര വീതിയുണ്ടോ അത്ര വീതിയിൽ തന്നെ ബെൽറ്റ് വാർത്തു പോകണം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ബാത്റൂം ഒക്കെ വരുന്ന ഭാഗത്ത് നമ്മുടെ ബാത്റൂമിന്റെ പൈപ്പിങ്ങിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് വീതി കുറച്ച് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അത് പൊട്ടിക്കേണ്ടൊക്കെ വരും. ഒരു കാരണവശാലും ബെൽറ്റ് എവിടെയും ക്രാക്ക് ചെയ്യാൻ പാടില്ല.
നമ്മൾ പൈപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലോർ പൈപ്പോ അല്ലെങ്കിൽ നമ്മുടെ സീവേജിനൊക്കെ വേണ്ടിയിട്ടുള്ള പൈപ്പ് കൊടുക്കാനോ ഒന്നും വേണ്ടിയിട്ട് ബെൽറ്റ് പൊട്ടിക്കാൻ പാടില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്യാച്ചിങ്ങിലൂടെ തന്നെ പോകണം. അപ്പോൾ നിങ്ങൾ വീടിന്റെ തറ പണിയുകയാണെങ്കിൽ ബെൽറ്റ് തറയുടെ മുകളിൽ തന്നെ പണിയാൻ വേണ്ടി ശ്രദ്ധിക്കുക. പണിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ഉറപ്പുള്ളതും ഈടുള്ളതുമായ ഒരു ഫൗണ്ടേഷൻ പണിയാൻ നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.